എന്ത് ധൈര്യത്തിലാ നീ അവളുടെ കർണ തടിച്ചേ? അടിച്ചാൽ എന്താ? അടിക്കും. അവിടെ നിൽക്കാൻ പറഞ്ഞ അവിടെ നിന്നോണം ഒരു തൂപ്പുകാരി. പോകാൻ പറഞ്ഞ പൊയ്ക്കോണം. എന്റെ വാക്കിന് പുല്ല് വില പോലും നൽകാതെയല്ലേ നിനക്ക് കോഫി നൽകാൻ അവള് വന്നത്? അഹങ്കാരം കാണിച്ച ഇനിയും ഞാൻ അവളെ അടിക്കും. ഞാനൊരു തൂപ്പുകാരി അടിച്ചതിന് നീ എന്നെ അടിച്ചു അല്ലേ? തൂപ്പുകാരി, ആ വാക്കിന് നീ മിണ്ടി പോരുത്. അവള് തൂപ്പുകാരിയാണെന്ന് നിന്നോട് ആരാ പറഞ്ഞത്? അവളെന്റെ ജീവനാ. ഞാൻ സ്നേഹിക്കുന്നത് അവളെയാ. ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി അവളാ. കൈലാഷ്, അവളെ എനിക്ക് കല്യാണം കഴിപ്പിച്ചു തരണമെന്ന് ഞാൻ ഡാഡിയോട് പറയാൻ നോക്കിയതാ. അപ്പോഴാ ഡാഡിയാ ഡിമാൻഡ് വെച്ചത്. പാർവതിയെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടാ. അത്ര എളുപ്പമല്ലെന്ന് അറിഞ്ഞിട്ടും ഞാൻ ഡാഡിയുടെ ഡിമാൻഡ് അക്സെപ്റ്റ് ചെയ്തത്. നിനക്കത് മനസ്സിലായിട്ടുണ്ടാവുന്ന ഞാൻ കരുതിയത്. പക്ഷെ നിനക്കിപ്പോഴും അവൾ വെറും ഒരു തൂപ്പുകാരിയാ. പക്ഷേ ഇനിയെങ്കിലും നീ മനസ്സിലാക്കിക്കോ, അവളെന്റെ ഭാര്യയാകാൻ പോകുന്നവളാ. നിനക്കത് ഭ്രാന്തുണ്ടോ കൈലാഷ്? നീ ആരാണെന്ന് നീ മറന്നുപോയോ? ഈ സ്ഥാപനത്തിന്റെ എംഡിയാ അവളോ. നീ ചവിട്ടി നടക്കുന്നിടം തൂത്ത് തുടച്ചിടുന്നവളാ. ചവറ്റുകുട്ടെ കിടക്കുന്നവളെയാണോ നീ നിന്റെ തലയിൽ എടുത്തു വെക്കാൻ നോക്കുന്നേ? മുക്ത, ഇനി നീ എന്നെ തല്ലിക്കോ, എത്ര വേണമെങ്കിലും തല്ലിക്കോ. എന്നാലും എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും. നീ വലിയ ഇന്റലിജന്റ് ആണെന്നായിരുന്നു ഞാൻ ഈ നിമിഷം വരെ കരുതിയിരുന്നത്. നിന്റെ അറിവിലും പഠിപ്പിലും എനിക്ക് അസൂയ വരെ തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇപ്പൊ എനിക്ക് മനസ്സിലായി, നിനക്ക് അറിവുണ്ട്, പഠിപ്പുണ്ട്, പക്ഷേ കോമൺ സെൻസ് ഇല്ല. നീ വിഡ്ഢിയാ, വെറും വിഡ്ഢി. ഏതോ കുപ്പത്തൊട്ടി എഴുന്നേറ്റ് വന്നവളെ കൂടെ പൊറപ്പിക്കാൻ നടക്കുന്ന പമ്പര വിഡ്ഢി. ലോകം ചുറ്റി നടക്കുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം എന്ന് വിശ്വസിച്ചിരുന്നവനാ ഞാൻ. എന്നെ മാറ്റിയെടുത്തത് പാർവതിയാ. ഡാഡിയുടെ ഈ ഗാർമെന്റ്സിനോട് എനിക്കൊരു അടുപ്പം തോന്നിയിട്ടില്ല. എന്നെ ഇവിടെ പിടിച്ചു നിർത്തിയത് അവളാ. എന്റെ ജീവൻ രക്ഷിച്ചത് അവളാ. എന്റെ ആയുസ് പിടിച്ചു നിർത്തിയത് അവൾ തന്ന ചോരയാ. പാർവതി സ്നേഹിക്കുന്നത് അത്ര വലിയ വിഡിത്തമാണെങ്കിൽ ഒരു വിഡ്ഢിയാകാൻ എനിക്ക് സന്തോഷമുള്ള മുക്ത. നീ അവളെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം അവൾക്കറിയോ? ഡാഡിയോട് പറഞ്ഞിട്ട് വേണം അവളോട് എനിക്കത് തുറന്നു പറയാൻ.